നമ്മൾ ഈ ശരിക്കും ആരെയായിരുന്നു മേരിക്കിഷ്ടം? ഒന്ന് പോടാ അവിടെ. ഇയാൾക്ക് എന്തുവാ എത്ര വലിയ ദേഷ്യം? കുണ്ടിയല്ല ശുണ്ടി. ഡാ, നീ എന്നാടാ? ഒന്ന് സമാധാനമായിട്ട് കെറുവിക്കാതെ ഒന്ന് ആലോചിച്ചേ. ഡാ, എന്നാ? നമ്മുടെ മേരിയെ കുറിച്ച്. വേറെ എന്നാ? ഞാനേ അവിടെ മേലെ വേറൊരാളെ കണ്ടു. ആര്? നമ്മുടെ പഴയ റോസിലി സിസ്റ്റർ അല്ലേ അവര്. എന്നിട്ട് പറയുവാ മേരി ഒരു ഡയറി എഴുതാറുണ്ടായിരുന്നു. അതാ കോൺവെന്റിൽ കാണുമെന്ന്. എടാ പോയി, നീ വിചാരിച്ച അത് പൊക്കാൻ പറ്റും? അതെ, നമ്മുടെ ജീവിതം മുഴുവൻ നമ്മളെ അലട്ടിയൊരു പ്രശ്നമല്ലായിരുന്നോ? നീയോ ഞാനോ ആരെയാ അവക്ക് ഇഷ്ടമെന്ന്? ആ ഡയറി വഴി അത് പുറത്ത് വന്നാലോ? ഒന്ന് അലിഞ്ഞോ? സാധാരണയായി പുറത്തുനിന്ന് ആരെയും മഠത്തിന്റെ ഉള്ളിലേക്ക് കയറ്റാറില്ല. ഇതിപ്പം ആഗ്നിസമ്മയുടെ ബ്രദറല്ലേ? അത് പോട്ടെ, റോസൽ സിസ്റ്ററിന്റെ പാപ്പൻ എങ്ങനെ അറിയാം? അത് നമ്മുടെ വർക്കിച്ചന്റെ വകയിലൊരു പേരമയായിട്ട് വരും. ദാ ഈ മുറിയിലാ മരിച്ചുപോയവരുടെ പുസ്തകങ്ങളും ഡയറിയും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം കാണൂലല്ലേ? പിന്നെ ആരാ എപ്പോഴാ വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധരും ഒക്കെ ആകുന്നെന്ന് അറിയാൻ പറ്റുമോ? അന്നേരം ഇതൊന്നും തിരഞ്ഞാൽ കിട്ടൂല. പാപ്പൻ നോക്ക്, ഞാൻ പണിക്കാരെ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഇതാണ് നാടാ. നീ വരുമ്പോ മാത്രം ഒരു വെളിച്ചവും പുകയും അതൊക്കെ നിന്റെ തോന്നലടാവേ, പ്രായത്തിന്റെ. ഇയാൾ എന്തുവായി തിരയുന്നേ? ഇരിക്കുന്നു റോസലി സിസ്റ്ററിന്റെ പെട്ടി. അല്ലടാ ദേവസി, അതിപ്പോ ഏത് വർഷമായിട്ട് വരും? നമുക്കന്നൊരു 25-26 വയസ്സ്. നീ കാശ്മീരിലേക്ക് ട്രെയിനിങ്ങിന് പോയ വർഷം. അപ്പോഴല്ലേ നമ്മൾ മേരി അവസാനമായിട്ട് കണ്ടത്? അതിപ്പോ 54. അല്ല 62. പക്ഷെ അത്ര പഴയതൊക്കെ കാണുവാടാ. എത്ര പഴയതാണ് സർ? എത്ര പഴയതാണ്? ഒരു 1962 പരിപാടി വെച്ചേ. അതും കാട്ടിയേ. ഇതൊരു അത്ഭുത സംഭവമാണല്ലോ. ഈ കുരിശിനൊരു 100 കൊല്ലം പഴക്കം കാണത്തില്ലയോ? എടാ ദേവസിയെ, ഇതെന്റെ പേര്യന്താനത്തെ വീട്ടിൽ കൊണ്ട് വെക്കടാ. ഇവിടെ വന്നു മേരിയെ കുറിച്ച് അന്വേഷിക്കാൻ. അത് കറക്റ്റാ. മേരി തോമസ് 1962. ഞാൻ പറഞ്ഞില്ലേ 62 ആണ്. ഇരട്ടവാളിനൊരു പരുവാക്കി വെച്ചിരിക്കുക.
നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഈ ജന്മത്തിലല്ല, 1000 ജന്മങ്ങൾക്കുമപ്പുറം. ഞാൻ കർത്താവിനോട് നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അവൻ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കരുതേ എന്ന്. ഈ വർഷം മേരി മഠത്തിൽ ചേരാൻ പോകുന്നു കേട്ടു. നല്ല കാര്യം. കെട്ടിക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല അച്ചോ, ഒന്ന് കന്യാസ്ത്രീ ആകണമെന്ന് എന്റെ വലിയ ആഗ്രഹമാണ്. മേരി എന്നതാ പറയുന്നത്? എല്ലാം ചാച്ചന്റെ ഇഷ്ടം പോലെ അച്ഛാ. കുട്ടിച്ചൻ എന്നെ ആഗ്രഹിച്ചാലും ദൈവവിളി മേരിക്ക് തന്നെ തോന്നട്ടെ. എനിക്ക് വലിയ ഇഷ്ടം ഒരു കന്യാസ്ത്രീ ആവണം. പക്ഷേ ഒരിക്കൽ പെരുന്നാളിന് എന്നെ തേടി വരുന്ന ആ 2 കണ്ണുകൾ. രണ്ട് കണ്ണുകളോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ 4 കണ്ണില്ലേ? പുതിയ 2 കണ്ണുകൾ. അതാ എനിക്ക് മനസ്സിലാവാതെ. ഇനി വേറെ വല്ലവരുടെയും കാര്യമായിരിക്കോ? നീ ഇനി വായിക്കണ്ട. അച്ഛൻ ഇവിടെ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല. പാപ്പം പോയിട്ട് പിന്നെ വന്നാ മതി. എന്നതാടാ പറഞ്ഞു പറയിച്ചതിന്റെ ഒരു ചൊവ? അയ്യോ എന്നാ പാപ്പ, ഞാൻ അങ്ങനെ കള്ളം പറയോ? നീ ആ ഉപദേശി കുഞ്ഞച്ചന്റെ മോനല്ലയോടാ? ഉവ്വ്. മൊത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കുവോ? അതിന് മത്തം കുത്തിയാലല്ലേ? പ്പാ! ഇത് പള്ളിമേളയാ. ഇവിടെ കള്ളത്തരവും ദുഷിച്ച വാക്കും പറയരുന്ന. അച്ഛൻ അടുക്കളയിൽ ഒളിച്ചിരുന്നോട്ടെ, നമുക്ക് വേറെ വഴി നോക്കാം. നീ വാടാ. പാപ്പൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. അച്ഛൻ അടുക്കളയിൽ നിന്നല്ലേ പറഞ്ഞത്? അച്ഛനായിരുന്നു. അച്ഛോ ഈ സ്വാമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എടോ കൂടെ ആരാടൂ? ദേ കണ്ടില്ലേ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് പോകുന്നത്. പക്ഷെ പാപ്പൻ ഒറ്റയ്ക്കല്ലച്ചോ, ഇത് അവര് തമ്മിലാ. ചുമ്മാ പേടിപ്പിക്കാതെടൂ. ആരാന്ന് പറ. വർക്കി, പെരിയന്താനം വർക്കി. ആ അയ്യോ, വർക്കി മരിച്ചു പോയതല്ലേ പാപ്പന്റെ സുഹൃത്ത്. എന്നിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. തനിക്ക് കാണാവോ? എനിക്ക് കാണാൻ പറ്റില്ല, പാപ്പന് മാത്രം കാണാം. പാപ്പച്ചായനോ? കേറി വാ, ഇരിക്കി. ആ ഞാനേ കൊച്ചമ്മയെ വിളിച്ചിട്ട് വരാമേ. ത്രേസ്യേ, ഓ ആ ചോറിൽ വർക്കിച്ച് വച്ചിരുന്ന ബർലിൻ കട്ട എന്തിയടി? അയ്യോ, അത് വീണ് പൊട്ടിപ്പോയി. ഞാൻ തൂത്തുവാരിയപ്പോഴേ എല്ലാം കൂടെ അങ്ങോട്ട് വീണു. ആ കല്ലെടുത്തിട്ട് ഞാൻ ആന്തൂര്യത്തിന് അട വെച്ചിട്ടുണ്ട്. അവിടെ ആന്തൂറിയത്തിന്റെ അട.